അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹി അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. അല്ലാഹുമ്മ റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് റബ്ബി യദിക ലതഖീലതി അദ്രിക്നി യാ റസൂലല്ലാഹ് യാ ഹബീബല്ലാഹ്. ബഹുമാനമുള്ള സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട പ്രേക്ഷകരെ, സഹോദരങ്ങളെ, അള്ളാഹു നമ്മൾ അനുഗ്രഹിക്കട്ടെ. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു തആല ഒരുപാട് പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ആ ചരിത്രങ്ങളൊക്കെയും യഥാർത്ഥത്തിൽ ഒരുപാട് പാഠങ്ങളും ഒരുപാട് പഠനങ്ങളും നമുക്കും ലോക സമൂഹത്തിനും അതിൽ നിന്ന് ലഭിക്കാനുണ്ട് എന്നുള്ളത് സത്യമാണ്. അല്ലെങ്കിൽ ഒരുപാട് ചിന്തിക്കാനുണ്ട്, ഒരുപാട് നമുക്ക് ആവേശവും ഉന്മേഷവും അള്ളാഹുവിനിക്ക് ഇബാദത്ത് ചെയ്യാനുള്ള വലിയ താല്പര്യങ്ങളൊക്കെ അതിലൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളതൊരു സത്യമാണ്. അതിൽപ്പെട്ട ഒരു പ്രവാചകൻ്റെ ഒരു ചെറിയ ഒരു ചരിത്രം നമുക്ക് വീഡിയോ വർദ്ധിക്കുന്നത് കൊണ്ട് നമുക്ക് നീട്ടി പറയുന്നില്ല. ചെറിയ ഒരു ചരിത്രം. മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാം സബൂർ എന്ന് പറയുന്ന കിതാബ് നൽകപ്പെട്ട പ്രവാചകനാണ്. സബൂർ എന്ന് പറയുന്നത് ഏകദേശം രണ്ടാമത്തെ ഗ്രന്ഥമായിരിക്കും. ആദ്യത്തെ തൗറാത്താണല്ലോ, രണ്ടാമത്തേതാണ് സബൂർ. ദാവൂദ് നബി അലൈഹിസ്സലാം ചെറുപ്പകാലത്ത് നല്ല യോദ്ധാവായിരുന്നു. നല്ല സമരങ്ങളിലും യുദ്ധങ്ങളിലും പങ്കെടുത്ത് അങ്ങനെ ഒരു ധീരനായ ഒരു ചെറുപ്പക്കാരനായിരുന്നു ദാവൂദ് നബി അലൈഹിസ്സലാം. അപ്പോൾ ആ കാലഘട്ടത്തിൽ അമാലിക്ക വിഭാഗങ്ങൾ, ഈ ഫലസ്തീന് അതുമായി ബന്ധപ്പെട്ട പ്രദേശങ്ങൾ ആണ് ഇവരുടെ താമസ സ്ഥലം എന്ന് മനസ്സിലാകുന്നുണ്ട് ചരിത്രങ്ങൾ അന്വേഷിക്കുന്നു. അമാലിക്ക വിഭാഗങ്ങൾ ഇസ്രായേൽ വംശജരായ ആളുകളെ ആക്രമിക്കുകയും അവരുടെ പ്രദേശങ്ങൾ വെട്ടിപ്പിടിക്കുകയും അവരുടെ മേൽ അധികാരം പ്രവർത്തിക്കുകയും ചെയ്ത ഒരു കൂട്ടരാണ് അമാലിക്ക വിഭാഗം. അമാലിക്കക്കാർക്ക് പ്രചോദനം നൽകിയത് ജാലൂത്ത് രാജാവാണ്. അപ്പം ജാലൂത്ത് രാജാവിൻ്റെ ഈ അക്രമങ്ങളും ഈ വഴിവിട്ട ഈ പ്രവർത്തനങ്ങളൊക്കെ ഒരുപാട് നഷ്ടങ്ങളാണ് ഇസ്രായേലിൽക്കുണ്ടായത്. അങ്ങനെ അവർ വല്ലാതെ വിഷമത്തിൽ അന്നത്തെ കാലത്തുള്ള പ്രവാചകന്മാർ അവരെ നല്ല നിലക്ക് ഉപദേശിച്ചു. ശംവീൽ നബി അലൈഹി സ്വലാം പോലത്തെ പ്രവാചകന്മാർ അവരോട് പറഞ്ഞു, നിങ്ങൾ തൗറാത്ത് അനുസരിച്ച് ജീവിക്കുക, അതാണ് വേണ്ടത്. അങ്ങനെ പിന്നീട് അവരിലേക്കൊരു രാജാവ് വന്നു, അതാണ് താലൂത്ത് രാജാവ്. അദ്ദേഹം അവർക്കൊരു സംരക്ഷകനായി അവർക്ക് നഷ്ടപ്പെട്ടു പോയ പ്രദേശങ്ങളൊക്കെ തിരിച്ചു പിടിച്ചു. അവരെ താലൂത്തിനെ അവർ നേതാവായിട്ട് അംഗീകരിച്ചു. ഈ ഒരു സാഹചര്യം താലൂത്ത് രാജാവിൻ്റെ സൈന്യാധിപരിൽ ഒരു ചെറുപ്പക്കാരനായിരുന്നു ദാവൂദ് എന്ന ചെറുപ്പക്കാരൻ. അന്ന് പ്രവാചകനല്ല. അങ്ങനെ താലൂത്ത് രാജാവ് ഒരു പ്രഖ്യാപനം നടത്തി. ജാലൂത്ത് രാജാവിനെ പരാജയപ്പെടുത്തുന്നവർക്ക് എൻ്റെ മകളെ വിവാഹം ചെയ്തു തരാം, എനിക്ക് ശേഷം അവർക്ക് ഭരണാധികാരം ഞാൻ ഉറപ്പു തരാം. അപ്പോൾ ദാവൂദ് നബി അലൈഹി സ്വലാം അത് കേൾക്കുകയും ഈ ജാലൂത്ത് രാജാവിനെ പരാജയപ്പെടുത്തുകയും ചെയ്തു. അങ്ങനെയാണ് ദാവൂദ് നബി അലൈഹി സ്വലാമിന് ആ ഒരു സാഹചര്യം ഉണ്ടായത്. താലൂത്ത് രാജാവിൻ്റെ മകളെ വിവാഹം കഴിച്ചു. അദ്ദേഹം താലൂത്ത് രാജാവിൻ്റെ മരണശേഷം രാജാവായി. അദ്ദേഹം പ്രവാചകനാവുകയും ചെയ്തു. അങ്ങനെ ആ നാട്ടുകാർക്കും സമൂഹത്തിനൊക്കെ വലിയ ഒരു നന്മ അദ്ദേഹത്തിൽ ഉണ്ടായി. അത് ആ സന്ദർഭം ഖുർആൻ പറയുന്നുണ്ട്, വലഖദ് ആതൈനാ ദാവൂദ മിന്ന ഫദ്ല.
യാ ജിബാലു അവ്വിബി മഅഹു വത്വയ്ർ വഅലന്നാ ലഹുൽ ഹദീദ്. സബയിൻ്റെ 10-ാമത്തെ ആയത്താണ് ഈ പറയുന്നത്. ദാവൂദ് നബിക്ക് അല്ലാഹു ഔദാര്യം കൊടുത്തു. മാത്രമല്ല പർവ്വതങ്ങളോട് അല്ലാഹു പറഞ്ഞു, ദാവൂദ് നബിൻ്റെ കൂടെ നിങ്ങൾ അള്ളാഹുവിനെ സ്തുതിക്കുക. പക്ഷികളോടും പറഞ്ഞു. മാത്രമല്ല വഅലന്നാ ലഹുൽ ഹദീദ്, ഇരുമ്പിനെ നാം അദ്ദേഹത്തിന് കീഴ്പ്പെടുത്തി കൊടുത്തു എന്ന് അല്ലാഹു പറയുന്നുണ്ട്. ദാവൂദ് നബി അലൈഹി ഇസ്ലാമിന് അറിവും കൊടുത്തിട്ടുണ്ട്. വലഖദ് ആതൈനാ ദാവൂദ വസുലൈമാന ഇൽമ. നംലിൻ്റെ 15-ാമത്തെ ആയത്തിൽ അല്ലാഹു ഇങ്ങനെ പറയുന്നുണ്ട്. ദാവൂദ് നബിക്ക് ചില ശക്തി കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. വസ്കുർ അബ്ദനാ ദാവൂദ ദൽ ഐത്ത്. സ്വാദിൻ്റെ 17-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നുണ്ട് ദാവൂദ് നബിക്ക് നല്ല ശക്തി കൊടുത്തു. ചുരുക്കി പറഞ്ഞാൽ ദാവൂദ് നബിക്ക് 8ഓളം അനുഗ്രഹം അല്ലാഹു കൊടുത്തിട്ടുണ്ട്. ഒന്നാമത് പ്രവാചകത്വ പദവി, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പദവി. രണ്ടാമത് സബൂർ എന്ന കിതാബ് കൊടുത്തു. അത് അറിവ് കൊടുത്തു, ശക്തി കൊടുത്തു. പർവ്വതങ്ങളും ജനങ്ങളൊക്കെ അദ്ദേഹത്തിന് കീഴ്പ്പെട്ടു. അതാണല്ലോ അള്ളാഹു പറഞ്ഞു യാ ജിബാലു അവ്വിബി മഅഹു എന്ന് പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ പശ്ചാത്താപം ഒന്ന് സ്വീകരിച്ചു. ഫഗഫർനാ ലഹു ദാലിക, അത് സ്വാദിൻ്റെ 25-ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട്. അതുപോലെ നീതിമാനായൊരു ഭരണാധികാരിയായിട്ട് അള്ളാഹു തആല അദ്ദേഹത്തെ മാറ്റി. അതും പറയുന്നുണ്ട് സ്വാദിൻ്റെ 26-ാമത്തെ ആയത്ത്. യാ ദാവൂദ ഇന്നാ ജഅൽനാക ഖലീഫത്തൻ ഫിൽ അർള് എന്ന് ഖുർആൻ പറയുന്നുണ്ട്. 8-ാമത്തെ ഒരു കാര്യം ഇരുമ്പിനെ അദ്ദേഹത്തിന് പാകപ്പെടുത്തി കൊടുത്തു എന്നാണ്. ഇരുമ്പ് കൊണ്ടുള്ള ഓരോ ആയുധങ്ങളും മറ്റുമൊക്കെ ഉണ്ടാക്കാനുള്ള ശക്തിയും കഴിവും അദ്ദേഹത്തിന് അല്ലാഹു കൊടുത്തു എന്നാണ്. അതാണ് വഅലന്നാ ലഹുൽ ഹദീദ് എന്ന് ഖുർആൻ പറഞ്ഞത്. നല്ല സൗണ്ട് കൊടുത്തു എന്നാണ്. സൗണ്ട്, നല്ല ശബ്ദം. വകാന ദാവൂദ് അലൈഹിസ്സലാം ദാ സൗത്തിൻ ഹസനിൻ വവജ്ഹിൻ ഹസൻ. തഫ്സീർ പറയുന്നുണ്ട് നല്ല സൗണ്ടുള്ള ആളായിരുന്നു, നല്ല മുഖഭംഗിയുള്ള ആളായിരുന്നു. കാരണം ഈ ഒരു കാര്യം മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ മൂസാ റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നുണ്ട്. അബൂ മൂസാ ലഖദ് ഊതീത മിസ്മാറൻ മിൻ മസാമീരി ആലി ദാവൂദ്. നിങ്ങൾക്ക് നല്ല സൗണ്ട് ലഭിച്ചിട്ടുണ്ടല്ലോ, ദാവൂദ് നബി അലൈഹി സ്വലാമിന് കിട്ടിയ ഒരു സൗണ്ട് എന്ന് അബൂ മൂസാ റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പറയുന്നുണ്ട്. മാത്രമല്ല ദാവൂദ് നബി അലൈഹി സ്വലാമിൻ്റെ മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത, ദാവൂദ് നബി അലൈഹി സ്വലാം തസ്ബീഹ് ചൊല്ലാൻ തുടങ്ങിയാൽ പർവ്വതങ്ങൾ അദ്ദേഹത്തിൻ്റെ കൂടെ തസ്ബീഹ് ചൊല്ലും. പർവ്വതങ്ങൾ തസ്ബീഹ് ചൊല്ലും. ഇന്നാ സഖർനൽ ജിബാല മഅഹു യുസബ്ബിഹുന ബിൽ-അശ്യി വൽ-ഇശ്റാഖ്. പ്രഭാതത്തിലും വൈകുന്നേരങ്ങളിലും പർവ്വതങ്ങൾ അവരോടൊപ്പം തസ്ബീഹ് ചൊല്ലും. എന്നാൽ ഈ വിവരം ദാവൂദ് നബി അലൈഹി സ്വലാമിനെ അറിയോ? തഫ്സീർ ഖുർത്തുബിയിൽ പറയുന്നുണ്ട് വകാന യഫ്ഖഹു തസ്ബീഹൽ ജിബാൽ. പർവ്വതങ്ങളുടെ തസ്ബീഹ് മഹാനായ ദാവൂദ് നബി അലൈഹി സ്വലാമിന് മനസ്സിലായിരുന്നു. കാരണം പ്രവാചകനല്ലേ, അവർക്ക് അള്ളാഹു കൊടുത്തൊരു മുഅ്ജിസത്താണത്. അപ്പോൾ പർവ്വതങ്ങൾ മാത്രമല്ല, എല്ലാ വസ്തുക്കളും അള്ളാഹുവിന് തസ്ബീഹ് ചൊല്ലുന്നുണ്ട്. തഫ്സീർ സൂറത്ത് ഇസ്രായിൻ്റെ ഒരു ആയത്തിൽ അള്ളാഹു പറയുന്നു വഇൻ മിൻ ഷൈഇൻ ഇല്ലാ യുസബ്ബിഹു ബിഹംദിഹി വലാകിൻ ലാ തഫ്ഖഹൂന തസ്ബീഹഹു. എല്ലാ വസ്തുവും തസ്ബീഹ് ചൊല്ലുന്നുണ്ട്, പക്ഷേ അവരുടെ തസ്ബീഹ് നിങ്ങൾക്കറിയൂല എന്ന് അള്ളാഹു പറയുന്നുണ്ട്. മാത്രമല്ല ദാവൂദ് നബി അലൈഹി സ്വലാം ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും അദ്ദേഹം ജീവിച്ചത് കൈത്തൊയിലെടുത്തിട്ട് ഇരുമ്പിനെ തൻ്റെ കൈകൊണ്ട് പാകപ്പെടുത്തി ഓരോ വസ്തുക്കൾ നിർമ്മിച്ച് ഉണ്ടാക്കി വിറ്റിട്ട് ആ സമ്പാദ്യം കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഉപജീവന മാർഗം മുന്നോട്ട് പോയത് എന്ന് പറയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട് ഇന്ന ഖൈറ മാ അകലൽ മർഉ മിൻ അമലി യദി വഇന്ന നബി അല്ലാഹി ദാവൂദ് അലൈഹി സ്വലാം കാന യഅകുലു മിൻ അമലി യദി. ഒരു മനുഷ്യൻ ഭക്ഷിക്കുന്നതിൽ വെച്ചിട്ട് ഏറ്റവും നല്ല ഭക്ഷണം തൻ്റെ കൈകൊണ്ട് ജോലി ചെയ്തിട്ട് കിട്ടുന്ന ഭക്ഷണമാണ് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി പറഞ്ഞിട്ട് പറയാണ് ദാവൂദ് നബി അലൈഹി സ്വലാം അങ്ങനെയായിരുന്നു. അപ്പോൾ ഇതിൻ്റെ അർത്ഥം ദാവൂദ് നബി അലൈഹി സ്വലാമിന് അള്ളാഹു ഇത്രത്തോളം അനുഗ്രഹങ്ങളൊക്കെ ചെയ്തു. അങ്ങനെ തസ്ബീഹ് ചൊല്ലി ഒരുപാട് ദാവൂദ് നബി ഇസ്ലാമിൻ്റെ ഇബാദത്തിനെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് ഹബ്ബു സിയാമി ഇലല്ലാഹി സിയാം ദാവൂദ്. ദാവൂദിൻ്റെ നോമ്പാണ് ഏറ്റവും എനിക്കിഷ്ടപ്പെട്ട നോമ്പ്. ഹബ്ബു സ്വലാത്തി ഇലല്ലാഹി, അള്ളാഹുവിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നിസ്കാരവും ദാവൂദ് നബി നിസ്കാരം. ഏറ്റവും ഇഷ്ടപ്പെട്ട നോമ്പും ദാവൂദ് നബിൻ്റെ നോമ്പാണ്. കാനേന മുനിസ്വല്ലേ, രാത്രി പകുതി അദ്ദേഹം ഉറങ്ങും. വയക്കുമു സുലുസ, 1/3 ഭാഗം അദ്ദേഹത്തെ നിസ്കരിക്കും. വയനാമു സുദുസ, 1/6 ഭാഗം അദ്ദേഹം ഉറങ്ങും.
കാനയോ യസൂമു യോമ, ഒരു ദിവസം നോമ്പെടുക്കും, അടുത്തൊരു ദിവസം നോമ്പെടുക്കില്ല. ഇങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ഇബാദത്തിൻ്റെ ഒരു ചിട്ട എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതിലൊക്കെ ഉദ്ദേശം മഹാന്മാരായ പ്രവാചകന്മാരുടെ വലിയ മാതൃക നമുക്കുണ്ട്. അങ്ങനെയുള്ള അവരൊക്കെ ഒരുപാട് ത്യാഗം ചെയ്തത് ആണ് അള്ളാഹു അവർക്ക് വലിയ പദവി അവർക്ക് കൊടുത്തിട്ടുമുണ്ട്. അള്ളാഹു അവരുടെയൊക്കെ ചരിത്രങ്ങൾ പറയുന്നത് കൊണ്ട് നമ്മളെയൊക്കെ അനുഗ്രഹിക്കട്ടെ. ഈ ഒരു വീഡിയോ നിങ്ങളൊക്കെ കേൾക്കണം, നിങ്ങൾ ഷെയർ ചെയ്യുകയും വേണം, നിങ്ങളൊക്കെ ദുആയിൽ പെടുത്തണം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.